ശിവശായം പറഞ്ഞ് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ശിവശായം പറഞ്ഞ് ഹെല്ലെന്ന് പറയുന്നതിനെ ഹെല്ലിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? പക്ഷെ പല പറയട്ടെ. ഹെല്ലെന്ന് പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിൽ ഈ സാക്സൺ കമ്മ്യൂണിറ്റി, ഈ നമ്മുടെ ഇംഗ്ലീഷ് പീപ്പിളിന്റെ ഇടയിലുണ്ടായ ഒരു മിത്തോളജിയാണ്. നിങ്ങൾക്ക് ഈ മിത്തോളജികളെല്ലാം അറിയാമല്ലോ. അതിനകത്ത് ലോക്കി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ മകളാണ് ഹെല്ല്, നരകത്തിന്റെ കാവൽക്കാരി ആ സ്ത്രീ. അപ്പൊ ആ വാക്ക് തന്നെ ഉണ്ടാകുന്ന മധ്യകാലഘട്ടത്തിൽ. ബൈബിളില് ഹെല്ലൊന്നുമില്ല, അതൊക്കെ പിന്നീട് വന്നതാ, ഇന്റർപോളേഷനാണ്. പക്ഷെ ശിവശായ യേശുക്രിസ്തു കൊടുക്കുന്ന പല പാരബിൾസിൽ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, അവിടെ പല്ലുകടി ഉണ്ടാകും. പല്ല് കടിക്കുന്ന ചത്തു കഴിഞ്ഞാൽ പല്ലുണ്ടോ? ഇപ്പൊ ഞാൻ ചോദിച്ചിരിക്കുക. ഇനിയിപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, റീഡിങ് ഇൻ ടു സ്ക്രിപ്ചർ എന്നൊരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മള് തിരുവെഴുത്തിലേക്ക് വായിക്കുക, തിരുവെഴുത്തിൽ നിന്ന് വായിക്കുക. റീഡിങ് ഫ്രം സ്ക്രിപ്ചറും ഉണ്ട്, റീഡിങ് ഇൻ ടു സ്ക്രിപ്ചറും ഉണ്ട്. അതായത് നിങ്ങൾക്ക് പ്രീ കൺസീവ്ഡ് ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ട് വായിക്കുക. അത് നിങ്ങൾക്ക് ഇപ്പൊ ഗ്രീക്ക് പുരാണത്തിൽ നിന്നോ ഹൈന്ദവ മത പശ്ചാത്തലത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നരകത്തെ പറ്റിയുള്ള പ്രീ കൺസീവ്ഡ് ഐഡിയാസും അത് വെച്ചുകൊണ്ടിരുന്ന് വായിക്കുകയാണ്. നിങ്ങൾക്കറിയോ, നരകം എന്ന ഒരു സിംഗിൾ വാക്ക് ഒരു പ്രാവശ്യം പോലും ഇല്ലാത്ത ബൈബിൾ ട്രാൻസ്ലേഷൻസ് ഇന്നുണ്ട്. കാരണം ഇതെല്ലാം റോങ് ട്രാൻസ്ലേഷൻസ് ആണ്. ശവക്കുഴി എന്ന് തർജ്ജമ ചെയ്യേണ്ടതിന് പകരം പാതാളം എന്ന് തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുകയാണ് പഴയ നിയമത്തിൽ. മനസ്സിലായി? ശവക്കുഴി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പഴയ നിയമത്തിൽ ഹോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നരകം എന്നൊരു സിംഗിൾ പ്രാവശ്യം പോലും ഇല്ല. അതൊക്കെ ആ സ്ഥിതിക്കാണ് ഇവിടെ നരകം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നരകം സൃഷ്ടിച്ചാട്ട, സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചായിട്ട് പറയുമ്പോൾ നരകം സൃഷ്ടിച്ചായിട്ടില്ല. സൃഷ്ടി വിവരണം ബൈബിളിൽ കൊടുത്തിട്ട് അത് പൂർത്തിയായി എന്ന് പറയുമ്പോൾ നരകം സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ പിന്നീടാണോ നരകം സൃഷ്ടിക്കുന്നത്? പിന്നീട്. അതുപോലെ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അതിനകത്ത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഡെത്ത് ആണ്. ആഫ്റ്റർ ഡെത്ത് ദർ ഇസ് നോ പണിഷ്മെന്റ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഡെത്ത് ആണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്, നരകമല്ല. നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനല്ല ക്രിസ്തു വന്നത്, മരണത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ക്രിസ്തു വന്നത്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ബൈബിളിന്റെ സാക്ഷ്യമാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല. അപ്പൊ ബ്രൂസ, ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നരകത്തെ പറ്റി ഈ ന്യായപ്രമാണത്തിനകത്ത് ഒരു പരാമർശമില്ല. അബ്രഹാമിനോട് പറഞ്ഞിട്ടില്ല, ഇസ്ഹാക്കിനോട് പറഞ്ഞിട്ടില്ല, യാക്കോബ് കേട്ടിട്ട് പോലും ഇല്ല. അപ്പൊ ഈ പറഞ്ഞ പൂർവ്വപിതാക്കന്മാരൊന്നും ഈ സങ്കല്പത്തെ പറ്റി അറിയാതെ മരിച്ചുപോയി. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എങ്ങും നരകമില്ല. അങ്ങനെ വന്നിട്ട് ഇവിടെ പെട്ടെന്ന് ഇവിടെ നരകം ഉണ്ടെന്ന് പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞ ബെന്നിനും താഴ്വരയെ പറ്റി, യെരുശലേമിന്റെ സൈഡിൽ ഒരു താഴ്വരയില് ദൈവാലയ മാലിന്യം കത്തിക്കുന്ന ഒരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴി ഇന്നത്തെ മോഡേൺ ഇൻസിനേറ്റർ എന്ന് പറയുന്നത്. അവിടെ ജൈവ മാലിന്യങ്ങളുണ്ട്. കാരണം ദിവസവും രാവിലെ പോയിട്ട് യാഗം നടക്കുന്ന ഈ മൃഗങ്ങളുടെ അവശിഷ്ടം അവിടെ കൊണ്ടിടും. അതുകൊണ്ട് സ്വാഭാവികമായി പുഴുക്കളുണ്ട്. പിന്നെ മറ്റു കരമാലിന്യങ്ങൾ അത് കത്തിക്കും. അതുകൊണ്ട് എപ്പോഴും പുകയുണ്ട്. അപ്പൊ പുക പൊങ്ങുന്ന ഒരു താഴ്വര. പിന്നെ ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ അടക്കാൻ ആളില്ല. അതുകൊണ്ട് അവരുടെ മൃതദേഹവും ആ താഴ്വരയിലേക്ക് വലിച്ചങ്ങ് എറിയുക. അതുകൊണ്ട് എപ്പോഴും പുക പൊങ്ങുന്ന, പുഴുക്കൾ നുളയ്ക്കുന്ന ഒരു താഴ്വര അവരുടെ കൺമുമ്പിലുണ്ടായിരുന്നു. അപ്പൊ റോമൻ ഗവൺമെന്റ് അവിടെ ഭരിക്കുന്നത് കൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ യു വിൽ എൻഡഡ് അപ്പ് ഇൻ ദാറ്റ് വാലി. കാരണം നിങ്ങൾ വധശിക്ഷയ്ക്ക് പിടിക്കപ്പെടും. അതുകൊണ്ട് രണ്ട് കൈയും ഉള്ളവനായിട്ട് നീ ഞെളിഞ്ഞു നടന്ന് ആ നരകത്തിൽ പോയി, അതായത് ആ ബെൻഗിന്നോൻ താഴ്വരെ പോയി വീഴുന്നതിലും ഒരു കൈ വെട്ടിക്കളഞ്ഞിട്ട് നീ ജീവനിൽ കിടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വെട്ടാനല്ല ഉദ്ദേശിച്ചേ. നീ കൺട്രോൾ യുവർ ഹാൻഡ്സ്, കൺട്രോൾ യുവർ ഐസ്, കൺട്രോൾ യുവർ സെൽഫ്. അങ്ങനെ നീ മര്യാദയ്ക്ക് നടന്നാൽ അവിടെ വീഴാതിരിക്കാമെന്ന് മാത്രമാണ് യേശു പറഞ്ഞത്. അതിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ബ്രൂസ് സംസാരിച്ചോളൂ. ബ്രൂസിനോട് ഞാൻ പറഞ്ഞു. അല്ല, പല്ലുകടി കൂടെ പറഞ്ഞേ. ആ പല്ല് കടിക്കാം സഹോദര, ഫ്രണ്ട്സേ, പല്ല് കടിക്കാം. ബ്രൂസ് പറയട്ടെ. അല്ല ശിവശായ, അതായത് ഇപ്പം ശവക്കുഴിയാണ് ശിവശായം പറയുന്നെങ്കിൽ അത് ദേഹത്തെ കൊല്ലാൻ കഴിയുമെന്ന് നമുക്ക് പറയാം. പക്ഷേ മത്തായി 10:28 പറയുന്നത് ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. അപ്പൊ അങ്ങനെയാകുമ്പോ അവിടെ ദേഹിയെ കൊല്ലാൻ കഴിയുന്നതും ദേഹിയെയും ദേഹത്തെയും കൊല്ലാൻ കഴിയുന്ന ഒരു നരകമുണ്ടെന്നല്ലേ യേശുക്രിസ്തു പറഞ്ഞു വെക്കുന്നത്? എന്താണ് ദേഹി എന്നുള്ളതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഗുഡ് നെയിമിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നമുക്ക് നല്ല പേര്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നാട്ടില് ഒരു പേരുണ്ട്, ഇന്നട തിന്നാര് എന്നുള്ള ഒരു പേരുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഇസ്ലാമിക ഭീകര സംഘടനകളിൽ പ്രവർത്തിച്ച്
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അല്ലെങ്കിൽ അതിർത്തി കൊല്ലപ്പെട്ട വ്യക്തിയുടെ ശരീരം ഏറ്റുവാങ്ങാൻ കേരളത്തിലുള്ള ബന്ധുക്കൾ തയ്യാറായില്ല. അവന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത് പത്രത്തിൽ വന്നു, അവൻ എന്റെ മകനല്ല, എനിക്ക് അങ്ങനെ ഒരു മകനില്ല. എന്തുകൊണ്ടാ? അവന്റെ ശരീരത്തെ സ്വീകരിച്ചാൽ, അത് ഇവിടെ സംസ്കരിച്ചാൽ പിന്നെ ഇവരുടെ കുടുംബത്തിന് പേരുദോഷ, അവശേഷിക്കുന്ന മക്കളുടെ ഭാവിക്ക് ഭീഷണിയാ. അതുകൊണ്ട് അങ്ങനെ ഒരു മകനില്ല, തള്ളിക്കളയുകയാണ്. അപ്പൊ ഇവിടെ ഒരു ക്രിമിനലായിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ ഫ്യൂച്ചറും കൂടെ പോവുകയാണ്, നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ കണ്ടു കാണും, റോഷക് എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ. അതിനകത്ത് വളരെ വ്യത്യസ്തമായ ഒരു പ്രതികാരം ചെയ്യുന്നുണ്ട് മമ്മൂട്ടിയുടെ കഥാപാത്രം. അവൻ ഒരു തെറ്റ് ചെയ്തു, പക്ഷെ അവന്റെ നാട്ടിൽ ചെന്ന് അവന്റെ പേരിൽ വായനശാലയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇല്ല, കാരണം ഇവൻ ആരാണ് എക്സ്പോസ് ചെയ്യാണ്. അപ്പൊ അവൻ മരിച്ചു കഴിഞ്ഞിട്ടും അവന് ശിക്ഷ വിധിക്കുകയാണ്. അതാണ് മരണാനന്തര ശിക്ഷ. ഒരുത്തന്റെ നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും ധൂപത്തെക്കാളും ഉത്തമമാണെന്നുള്ള സങ്കല്പത്തെ. അതുകൊണ്ട് മരണാനന്തരമുള്ള പേര്, അതാണ് ദേഹിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദേഹത്തെ മാത്രം കൊല്ലുന്ന ഒരുത്തനാണെങ്കിൽ അവൻ കൊന്നു, നമുക്കൊരടക്കം കിട്ടി, ആള് മരിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഇവനെ ഒരു ക്രിമിനലായിട്ട് ചിത്രീകരിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ ദേഹവും ദേഹിയും അവിടെ ഒരുമിച്ച് നശിക്കുക. അപ്പൊ ആ ബെൻഹിന്റൻ താഴ്വര വീണ് കത്തുന്നത് ദേഹം മാത്രമല്ല, അവന്റെ ദേഹി കൂടിയാ, അവന്റെ ഭാവി കൂടിയാ, അവന്റെ പേര്, അവന്റെ ഗുഡ് വില്ല്. അതുപോലെ ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന്റെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടും, സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടും. അവന്റെ വീട്ടുകാർ മിച്ചം ആരെങ്കിലും ഉണ്ട്, അവരെല്ലാം അനാഥരാകും, അവരെല്ലാം അശരണരാകും, അവരെല്ലാം ദരിദ്രരാകും. അത്രമായ കോൺസിക്വൻസസ് ആണ്. അതിനെയാണ് ആ പറയുന്നത്. അല്ലാതെ എറ്റേണലായിട്ട് ഒരു ഫയർ വെച്ചിട്ട് ചത്തു കഴിഞ്ഞ് ഈ ആത്മാവ് എന്ന് പറയുന്ന പുകയെ പിടിച്ച് അതിനകത്ത് ഇടുന്ന മായാജാലം, ഇതൊക്കെ യക്ഷിക്കഥ പോലെ ഇവര് ഭാവന കണ്ടതാണ്. ഞങ്ങളുടെ കർത്താവ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വളരെ സെൻസിബിൾ ആയിട്ടുള്ള കാര്യം, വളരെ വളരെ ആക്ച്വൽ റിയൽ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ടെക്സ്റ്റ് മാത്രം വായിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന അബദ്ധമാണ് സുഹൃത്തെ. കോണ്ടെക്സ്റ്റ് അറിയത്തില്ല, ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ ശിവജയ, അപ്പം നമ്മള് ഫോക്കസ് ചെയ്യുന്നത് ഇഹലോകത്തിൽ എന്ത് ചെയ്താലും ആ ഇഹലോകത്തിൽ കിട്ടുന്ന ആ ഒരു ശിക്ഷ, അതല്ലേ ഇപ്പൊ ശിവജയ ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പം പരലോകത്തിൽ അതിനുള്ള ശിക്ഷ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെ ആകുമ്പോ എന്തുകൊണ്ടാണ് മത്തായി തന്നെ പറയുന്നുണ്ട് 25-40 അവസാനമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്, നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും മറ്റുള്ളവർ പാപം ചെയ്യുന്നവർ നിത്യദണ്ഡനത്തിലേക്കും പോകുമെന്ന് പറയുമ്പോ അതൊരു ഇഹലോകത്തിൽ ചെയ്യുന്ന പ്രവൃത്തി കിട്ടുന്ന ഫലമാണോ അതോ പരലോകത്ത് കിട്ടുന്ന പ്രവൃത്തിയുടെ ഫലമല്ലേ? അതൊക്കെ നിത്യശിക്ഷ, എറ്റേണൽ പണിഷ്മെന്റ് എന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്നതാണ്. മനസ്സിലായോ? എറ്റേണൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പണിഷിങ് വൺ പേഴ്സൺ എറ്റേണലി, നിത്യമായി ഒരു മനുഷ്യനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയാണ്. അങ്ങനെയല്ല. ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു പയ്യൻ ഒരിക്കല് അവിടെ മുതിർന്ന ഒരാളെ തെറി വിളിച്ചു. അന്ന് അവന്റെ അമ്മ ഒരു 5-10 മുളക് എടുത്ത് അരച്ച് അവന്റെ നാക്ക തേച്ചു. ഇന്നും ഇപ്പൊ പുള്ളിക്ക് ഒരു 10-60 വയസ്സ് കാണുമായിരിക്കും. ഇന്ന് വരെ പുള്ളി ആരെ തെറി വിളിച്ചിട്ടുണ്ട്. ആ ഒരു പണിഷ്മെന്റ് ആണ്, അത് എന്നേക്കും അവന്റെ ജീവിതത്തിൽ നിലനിൽക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ പണിഷിങ് എറ്റേണലി എന്ന് പറഞ്ഞാൽ എറ്റേണൽ പണിഷ്മെന്റ് പണിഷിങ് വൺ പേഴ്സൺ എറ്റേണലി അല്ല, എറ്റേണലി നിലനിൽക്കുന്ന പണിഷ്മെന്റ്, ചാസ്റ്റൈസിങ്, ഒരു ശാസന എന്ന് പറഞ്ഞാൽ അവനെ എന്തേക്കും എറ്റേണലി അവനെ ഷേപ്പ് ചെയ്തിരിക്കും, എറ്റേണലായിട്ട് അവനെ നന്നാക്കിയിരിക്കും. എന്ന് പറഞ്ഞാൽ എറ്റേണിറ്റിയിൽ പ്രവേശിക്കാൻ അവനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു പണിഷ്മെന്റ് കൊടുക്കും എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് എറ്റേണൽ പണിഷ്മെന്റ്. തർജ്ജിമ നേരെ തിരിച്ചു വെച്ചു, പണിഷിങ് വൺ പേഴ്സൺ എറ്റേണലി. അങ്ങനെ ഒരാളെ നിത്യതയോളം പണിഷ് ചെയ്തുകൊണ്ടിരിക്കണം. ആ പണിഷ് ചെയ്യുന്നതിനൊരു പരാജയമാണ്. കാരണം ആ പൊട്ടന്റെ ശിക്ഷ കൊണ്ട് ഇവൻ ഒരു മാറ്റവും വരുന്നില്ല. അപ്പൊ ദൈവം തമ്പുരാനെ കൊടും പൊട്ടനാക്കി മാറ്റുന്ന തർജ്ജിമയാണത്. മനസ്സിലായില്ല? ഇയാള് ചിട്ടിച്ചിട്ട് ഇവൻ നന്നാകുന്നില്ല, പിന്നെ എന്തിനാ ശിക്ഷിക്കുന്നേ? ആർക്കറിയാം? പിന്നെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അതല്ല, ദൈവം അങ്ങനെയല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യം ഇറ്റേണൽ പണിഷ്മെന്റ്, എന്ന് പറഞ്ഞാൽ ഒറ്റ പണിഷ്മെന്റിൽ അവൻ ഇറ്റേണലി നന്നാക്കുക. അതെന്താണെന്നറിയോ? സ്നേഹത്തിന്റെ ഒരു ഹഗ്ഗാണ്. ആ ധൂർത്തനായ പുത്രൻ വന്നപ്പോ പിതാവ് ഒറ്റ ഹഗ് കൊടുത്തപ്പം അവൻ അലിഞ്ഞ് ഇല്ലാതെയായിപ്പോയി. അപ്പൊ സ്നേഹത്താലുള്ള രൂപാന്തരം, അതാണ് ശിക്ഷ. ഒരു പാവി കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ സ്നേഹാശ്ലേഷമാണ്. സ്നേഹം കൊണ്ട് ദൈവം അവനെ വീർപ്പുമുട്ടിക്കുകയാണ്, അല്ലാതെ തീ കാത്തിടുകയല്ല. എന്നാൽ പാപിയായിരിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിന്റെ സ്നേഹം തീയായിട്ട് അനുഭവപ്പെടുകയാണ്, പൊള്ളിപ്പോവാണ്, അവനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത്ര ക്ഷമ, ഇത്ര സ്നേഹം, ഇത്ര ആർദ്രത, ഇത്ര വലിയ ആശ്ലേഷം അവനെ തീയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. അവൻ തണുക്കും, അവൻ ദൈവത്തോട് ഹാർമണൈസ് ചെയ്യപ്പെടും.
ഇതാണ് ക്രിസ്ത്യൻ തിയോളജി, ഇതാണ് ഏർലി ചർച്ചിന്റെ പെർസ്പെക്റ്റീവ്. അതെല്ലാം പിന്നെ വികലമാക്കി ദൈവം തീ കത്തിട്ട് ഇങ്ങനെ കുട്ടൂസൻ ഇരിക്കുന്ന ഇരിക്കുമെന്നും, ഡാഗിനി കലത്തിൽ എണ്ണ ഒഴിച്ച് അടി തീ കൊടുത്തോണ്ടിരിക്കുമെന്നും, ലുട്ടാപ്പി തീ ഉന്തി ഉന്തി ഇരിക്കുമെന്നും ഒക്കെ പറഞ്ഞ് പെന്തക്കോസ്തുകാർ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ഇതിനൊന്നും ഗ്ലോറിയസ് ഗോസ്പലിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഞങ്ങൾക്ക് റൈറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണുള്ളത്. കൃത്യമായ പെർസ്പെക്റ്റീവിലാണ് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. ഷിബിഷാൻ മനസ്സിലായി. അന്നേരം ഒരു കൺഫ്യൂഷൻ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളത് ഞാൻ തീർന്നു കേട്ടോ. ഞാൻ ഷിബിഷാന്റെ സമയം എടുക്കാൻ താല്പര്യമില്ല. എന്നാൽ ബൈബിൾ പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരോ അനേകർ തിരിച്ചാന്ന് തോന്നുന്നു, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്ന് പറയുമ്പോ ഈ കർത്താവിന്റെ മാർഗത്തിലേക്ക് വിളിക്കപ്പെട്ടവർ അനേകർ കാണും. പക്ഷെ അതിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ചെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അതായത് അതല്ലേ അതിന്റെ യഥാർത്ഥ മീനിങ്? അങ്ങനെ ആകുമ്പോ അല്ലെങ്കിൽ പിന്നെ അതെന്തിനാണ് അങ്ങനെ പറയേണ്ട കാര്യം? എന്താണ് ഒന്ന് ഡിഫൈൻ? അത് ആര് പറഞ്ഞായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ആ വാക്യം? യേശുക്രിസ്തു പറഞ്ഞതാണ് അങ്ങനെയല്ലോ? അതെ, യേശുക്രിസ്തു പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ യേശുക്രിസ്തു പറഞ്ഞതും കൊണ്ട് അവിടെ നിർത്തി അവിടെ വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണോ, അതോ അപ്പോസ്തോലിക ഉപദേശത്തിലേക്ക് പോണോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ? അല്ല, യേശുക്രിസ്തു അതിനൊരു പാരബിൾ പറഞ്ഞു, ഒരു പറഞ്ഞു യേശുക്രിസ്തു പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കുണ്ടായതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് ഏർലി ചർച്ചിലുള്ളവർക്കും സംശയങ്ങൾ ഉണ്ടായി കാണത്തില്ലേ? ഉണ്ടാകണമല്ലോ, ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെ തിരുത്താൻ വേണ്ടി അവര് സംശയം ചോദിച്ചിരിക്കുന്ന ആരോടായിരിക്കും? അവരുടെ അപ്പോസ്തലന്മാരോടായിരിക്കുമല്ലോ. അപ്പോസ്തലന്മാരോടായിരിക്കും. അപ്പൊ അപ്പോസ്തലന്മാരല്ലേ അതിന് മറുപടി കൊടുക്കണ്ടേ? അതെ. അപ്പൊ അപ്പോസ്തോലിക് ടീച്ചിങ്ങിലേക്ക് നമ്മൾ പോകണ്ടേ? വേണം. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ഇതേപ്പറ്റി പറയുന്നത് എന്നാ? എനിക്കറിയില്ല. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൗലോസ് ലീഗ ഇതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് കേൾക്കാൻ കേക്കാവോ? കേൾക്കാം. പൗലോസ് ലീഗ ഇതേപ്പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ അതേപ്പറ്റി പറയുന്നത് അത് റോമാലേഖനമാണ്. അവൻ 8-ാം അധ്യായം 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും. അപ്പൊ വിളിച്ചു എന്ന് പറയുമ്പോ ആരെയാ വിളിച്ചത്? മുൻ നിയമിച്ചവരെ. വിളിച്ചവരെ നീതീകരിച്ചും. മുൻ നിയമിച്ചവരിൽ ചിലരെ വിളിച്ചു എന്നല്ല, മുൻ നിയമിച്ചവരെ മുഴുവൻ വിളിച്ചും. വിളിച്ചവരിൽ ചിലരെ നീതീകരിച്ചെന്നല്ല, വിളിച്ചവരെ നീതീകരിച്ചും. നീതീകരിച്ചവർ ചിലരെ തേജസ്കരിക്കുമെന്നല്ല, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും, മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചും, മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പൊ അതിനകത്ത് ഒരു ഒമിഷനും ഇല്ല, ഓൾ ഇൻക്ലൂസീവ് ആണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഒരു വാക്ക് എടുത്തിട്ട് അത് വെച്ച് നമ്മൾ ഒരർത്ഥത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് കുതിക്കരുത്. അല്ല, അതിന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എഫേസ്യർ 1-ാം അധ്യായം കൂടെ വായിക്കുക. ഈവൻ ബിഫോർ ദ വെരി ഫൗണ്ടേഷൻസ് ഓഫ് ദ എർത്ത് വാസ് ലേഡ് ഗോഡ് ഹാസ് ചോസൺ അസ്. നമ്മളെ മുഴുവൻ തെരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുന്നതിന് മുമ്പാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്? ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പ്ലീസ് ചെയ്യും, നിങ്ങൾ നല്ല രീതിയിൽ നടക്കും. നിങ്ങൾ വഴിയെ പോകുമ്പോൾ ഒരു അന്ധനെ കണ്ടു, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സഹായിച്ചപ്പോൾ ദൈവം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കും. അപ്പുറം പോകുമ്പോൾ ഒരു പാവപ്പെട്ട കൊച്ചിനെ കണ്ടു, അവനൊരു ലഞ്ച് മേടിച്ചു കൊടുത്തു, അപ്പൊ ദൈവം നിങ്ങളെ നോക്കി ഇടം കണ്ണ് ഇറുക്കി കാണിക്കും, കൊള്ളാവിടെ മോനെ, കുട്ട ചക്കരെ. ഇങ്ങനെ നമ്മുടെ പെർഫോമൻസ് ബേസിൽ ദൈവം നമ്മളെ സ്നേഹിക്കുമെന്നും നമ്മുടെ പെർഫോമൻസ് ഉണ്ട് ദൈവം നമ്മളെ പകയ്ക്കും, വെറുക്കും, അകറ്റും. കൂടുതൽ ചില സമയത്ത് ദൈവം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുമ്പാ. ഈ പറഞ്ഞ ആദാമും ഹവ്വായും ഉണ്ടാകുന്നതിന് മുമ്പ്, ഏദൻ തോട്ടം ഉണ്ടാകുന്നതിന് മുമ്പ്,
very before the foundations of the earth was laid. Far before the Eden, before Adam, before Eve. അപ്പോൾ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടെന്നാണ്. ഇതാണ് ഈസ്റ്റേൺ ഗോസ്പൽ, ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ, ഇതാണ് ഞങ്ങൾ പറയുന്നത്. അതാണ് പൗലോസ്ലിയ പറഞ്ഞത്. അതാണ് എഫേസ്യ ലേഖനം എടുത്ത് വായിച്ചേ. ഞങ്ങളുടെ ഗോസ്പൽ സ്റ്റാർട്ട് ചെയ്യുന്ന എഫേസ്യ ലേഖനത്തിലാണ്, അല്ല ഉൽപ്പത്തി പുസ്തകത്തിലല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഗോസ്പൽ തുടങ്ങുന്നവനാണ് ഈ കുഴിയിലോട്ട് പോകുന്നത്. മനസ്സിലായോ? അതാണ് മറ്റേ പാട്ട്. ഇവിടെ വന്ന് ആരാണ്ട് മനുഷ്യൻ പാടിയല്ലോ, ആനന്ദ സ്നേഹത്തിൽ ആശ്രയം തേടി. മരിച്ചവൻ തിരിച്ചു വരികയാണ്, നരകത്തിൽ നിന്നല്ല. തിരിച്ചുവരവ് മരണത്തിൽ നിന്നാണ്. പാപത്തിന്റെ ശമ്പളം നരകമല്ല, മരണമാണ്. മരിച്ചവൻ ഒരു നാൾ തിരിച്ചു വന്നു. അല്ല ശിവജാന, അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് പറയുകയാണെങ്കിൽ ആ എഫേസ്യർ 1:7 പറയുന്നത് ഇങ്ങനെയാണ്: അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പം അങ്ങനെയാണ് മുൻപേ കണ്ടിരുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് അതിക്രമങ്ങളുടെ മോചനം അവന്റെ രക്തത്താൽ ഉണ്ടെന്ന് പറയപ്പെടേണ്ട കാര്യം എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് സംഭവിച്ച വീഴ്ചയിൽ നിന്നാണ് ആ മോചനം കൊടുക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുത്ത ആരെയാണ്? ഈ തെരഞ്ഞെടുപ്പ് took place even before the foundations of the earth was laid. Then what was the criteria of that election? ഒരു ക്രൈറ്റീരിയയും ഇല്ല. കാരണം നിങ്ങളൊന്നും പെർഫോം ചെയ്തിട്ടില്ല, നിങ്ങളൊന്നും പ്ലീഡ് ചെയ്തിട്ടില്ല, നിങ്ങളൊന്നും കൺഫസ് ചെയ്തില്ല. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ യുവർ കൺഫെഷൻ, ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ യുവർ പെർഫോമൻസ്. കാരണം ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ യുവർ ക്യാരക്ടർ, നോട്ട് ബേസ്ഡ് അപ്പോൺ യുവർ ബിഹേവിയർ. കാരണം ഇതൊന്നുമില്ല. പ്രപഞ്ചം ഉരുവാകും മുമ്പ് നിങ്ങളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. സോ ഇറ്റ്സ് എ ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ്. യു ആർ ഇൻ നോട്ട് ബിക്കോസ് ഓഫ് യു. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. അതും നമ്മൾ കാരണമല്ല, നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല, നമ്മുടെ വിശ്വാസം കാരണമല്ല. ടോട്ടലി ഇറ്റ് ഈസ് ഹിസ് മേഴ്സി ആൻഡ് ഗ്രേസ്. 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എഫേസ്യ ലേഖനം, നോട്ട് ബിക്കോസ് ഓഫ് യു, ഞാൻ നിമിത്തമല്ല. ആ അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോഴാണ് റിയലി നമ്മൾ ഹംബിൾ ആകുന്നത് ദൈവസന്നിധി. അതാണ് പോറിംഗ് ഔട്ട് അവർ ഹാർട്ട്സ്, റിയൽ ട്രൂ വർഷിപ്പ്. ഞാനത് അക്നോളജ് ചെയ്യുന്നുണ്ട്. ഗ്ലോറിയസ് ഗോസ്പലിലുള്ള എല്ലാവരും അക്നോളജ് ചെയ്യുന്നുണ്ട്. പെന്തക്കോസ്തുകാർ ഞങ്ങളെ വന്ന് കുറ്റം പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് ഈ ട്രൂ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് യു, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് യുവർ വർക്ക്സ്, യുവർ ഫെയ്ത്ത്, യുവർ ബിഹേവിയർ, യുവർ പെർഫോമൻസ്, നത്തിങ്. Not because of anything of those things, but purely based upon His grace, not any of your merits. I have no merits. എന്നിൽ ഒരു നന്മയും അവശേഷിക്കുന്നില്ല. That's a confession of Apostle Paul. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് ഏവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം. അടുത്തതെന്നാണെന്നറിയോ? I am the chief among all those sinners. ഞാനാണ് ആ പാപികളിൽ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ ലോക മനുഷ്യരിലെ പാപികളിൽ ഏറ്റവും താഴെ കൊണ്ട് പൗലോസ്ലിയ തന്നെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. പൗലോസ്ലിയ രക്ഷിക്കപ്പെടുമെങ്കിൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും രക്ഷിക്കപ്പെടും. ദാറ്റ് ഈസ് ഹിസ് ഗ്യാരണ്ടി. അതിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, ഏറ്റവും വലിയവൻ ഞാനാണ്. പിന്നെ പോയില്ലേ പൗലോസ്ലിയ കയറുന്നെങ്കിൽ എല്ലാവരും എന്താ പറഞ്ഞാൽ പാപികളുടെ വലിയൊരു കൊട്ടയുണ്ടെങ്കിൽ ആ കൊട്ടയുടെ ഏറ്റവും അടിയിൽ കൊണ്ട് വയറിന് ചുറ്റും ഒരു കയറ് കെട്ടിയിട്ട് അടിയിൽ ഇതേ ക്രോസ് ആയിട്ട് പൗലോസ്ലിയ ഇട്ടിട്ട് ആ കയർ ആ കൊട്ടയ്ക്കകത്തൂടെ കിഴിച്ച് നേരെ മുകളിലോട്ടിട്ട് മുകളിലോട്ട് കൊടുത്തിരിക്കുക. അപ്പൊ പൊക്കുമ്പോ കൊട്ടയ്ക്കടി ക്രോസ് ബാർ ആയിട്ട് പൗലോസ്ലിയ നിൽക്കുക. പൊങ്ങുമ്പോ മുഴുവൻ മനുഷ്യവർഗവും പൊങ്ങിയിരിക്കും എന്നുള്ള പോളൈൻ ഗ്യാരണ്ടി. അതാണ് ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പലിലൂടെ പറയുന്നത്, വിളംബരം ചെയ്യുന്നത്. മനസ്സിലായോ ബ്രൂസിന്? രണ്ട് ചോദ്യം എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് പറയാം. ആ കൊട്ടയ്ക്കകത്ത് യുക്തിവാദികളും കാണും, താങ്കളും കാണും. അതല്ല ഒന്ന് നമ്മുടെ ഗോവിന്ദ് ചാമിനെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ സൗമ്യ വധക്കേസിലെ അദ്ദേഹവും ഷിബു പാസ്റ്ററും ഒരുപോലെയാണെന്നാണോ വാദിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. ഞാനും ഗോവിന്ദ് ചാമി ഒരുപോലെയാണെന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞങ്ങൾ ഒരുപോലെയാണ്. ഞങ്ങൾ ഒരുപോലെ രക്ഷിക്കപ്പെടും. ദൈവത്തിന് മുഖപക്ഷമില്ല. ശരി, ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. അപ്പം ഇത് മുൻകൂട്ടി നിർണയിക്കപ്പെട്ടു, ഓക്കെ എന്ന് നമ്മൾ പറയുമ്പം എനിക്കിപ്പം ഒരു കൊച്ചേ ഉള്ളൂ. രണ്ടാമത്തെ കൊച്ചു വേണോ വേണ്ടോ എന്നുള്ളത് എൻ്റെയും ഭാര്യയുടെയും കൂടെയുള്ള ഒരു ഡിസിഷനാണ്. ഇതിനകത്ത് ഞങ്ങൾക്കൊരു കൊച്ചുണ്ടായാൽ
ആ ഒരു പ്രോസസ്സിൽ എവിടെയാണ് ഈ മുൻകൂട്ടി നിർണയിക്കപ്പെടുന്നത്? ഒരിക്കൽ ചോദ്യം പിടിയിട്ടില്ല. അല്ല, ഈ അതായത് മുൻ നിർണയിച്ച പ്രകാരം അവരെ വിളിച്ചും എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ പ്രോസസ് അങ്ങനെ ഒരു സഹോദരാ, ഈ നിർണയം എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായോ? ലവ് ഈസ് എ ഡിസിഷൻ. വാട്ട് ഈസ് ലവ്? Can anyone of you define what is love? Loveന്റെ definition is love is a decision. That's a decision of God. അതാണ് നിർണയം എന്ന് പറയുന്നത്. നിർണയം എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹമാണ്, അതിന് മാറ്റമില്ല. അല്ല, ഇവിടെ എനിക്ക് അടുത്ത കൊച്ചു വേണോ അല്ലെങ്കിൽ എനിക്ക് ആദ്യത്തെ തന്നെ കൊച്ചു വേണം എന്നുള്ളത് എന്റെ നിർണയമല്ലേ? അല്ല, ദൈവത്തിന്റെ നിർണയമാണോ? അല്ല, ഞാൻ നിർണയിച്ചാലല്ലേ ദൈവത്തിന് അതിന് മേലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? എന്ന് വെച്ചാല് ഒരു കൊച്ചുണ്ടാകുക എന്നുള്ള ഒരു പ്രോസസ്സില് അപ്പനും അമ്മയാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയ ഫാക്ടേഴ്സ്. ഇവര് നിർണയിക്കുന്നതിന് അപ്പുറമാണോ ദൈവത്തിന്റെ നിർണയം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് ദൈവത്തെയും നിങ്ങളെയും കൂടെ നിങ്ങൾ രണ്ടായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ ഒരു പാർട്ട് തന്നെയാണ്, ദൈവാംശം നിങ്ങളിലുണ്ട്. അപ്പൊ ഈ കാര്യത്തിലുള്ള ഡിസിസീവ് അതോറിറ്റി നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അതാണ് ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ദൈവത്തിന്റെ കിരീടമാണ്, തേജസ്സാണെന്ന് പൗലോസിലെ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുരുഷൻ സ്ത്രീയുടെ ശിരസും ദൈവത്തിന്റെ തേജസ്സുമാകുന്നു. സോ യു ക്യാൻ ഡിസൈഡ് ഇറ്റ്. യു ആർ ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്. മനസ്സിലായില്ലേ? യുക്തിവാദിയുടെ ആ പോയിന്റ് പൊളിഞ്ഞു കേട്ടോ. യുക്തിവാദികളുടെ വലിയൊരു പോയിന്റ് അതാണ്ട് കിടക്കുന്നു. നമ്മുടെ ഈ ഇതിനകത്തൊന്ന് ജനേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. അല്ലെ, യുക്തിവാദികളൊക്കെ മാറ്റി നിർത്തും. അത് യുക്തിവാദികൾ ചോദിക്കുന്ന ചോദ്യമാണ് സുഹൃത്തെ. നിങ്ങളിപ്പോ പറഞ്ഞ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? അതോ ഞാൻ വീണ്ടും ക്ലാരിഫൈ ചെയ്യണോ? അല്ല, ഇപ്പൊ എന്നിലൂടെ യുക്തിവാദിയായി എന്നിലൂടെ പോലും ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്ന പോയിന്റ്. 100%. അല്ല, അങ്ങനെയൊക്കെ ഒരു ജനറൽ ആയിട്ട് ഉത്തരം പറഞ്ഞ പിന്നെ ഒരു യുക്തിവാദിക്ക് ഉത്തരം പറയാനൊന്നും ഉണ്ടാവത്തില്ല. ഒരു യുക്തിവാദിക്ക് ഞങ്ങളുടെ മുമ്പിൽ നിലനിൽപ്പില്ല. ദാറ്റ്സ് ഇറ്റ്. സകല യുക്തിവാദികളെ ഞങ്ങൾ അടിച്ച് നിങ്ങൾ വേണേ ഓപ്പൺ ഡിബേറ്റ് വെച്ചോ. സകല യുക്തിവാദികളെ ഞങ്ങൾ നടുവടിച്ച് വിട്ടിരിക്കും. ഇതൊരു ചലഞ്ചാണ്, ഓപ്പൺ ചലഞ്ചാണ് സുഹൃത്തെ. ഞങ്ങളുടെ ഗ്ലോറിയസ് ഗോസ്പൽ തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തിയോളജി അല്ല. ഇത് മതം കൊണ്ടുവരുന്ന അവന്മാരുടെ ലാഭക്കൊതിക്ക് വേണ്ടി ഉണ്ടാക്കിയ തിയോളജി ഒന്നും അല്ല. പ്യുവർ, അൺഡിഫൈൽഡ്, അൺഅഡൾട്ടേഡ് ഗോസ്പൽ. അതെ, സാക്ഷാൽ സാത്താൻ ഒരു കോട്ടിട്ട നാളെ നിങ്ങളുടെ ഡിബേറ്റിന്. ഇനിയിപ്പോ അവസാനം അതേ ഉള്ളൂ, ഞാൻ സാത്താനാണെന്ന്. ആയിക്കോട്ടെ, സോ ചെയ്ത് കേട്ടോ. നമ്മള് സാത്താനായി കേട്ടോ. നമ്മുടെ വേണു നിങ്ങളെ സാത്താനെന്നല്ല പറഞ്ഞത്, നിങ്ങളെ സാത്താനെന്നല്ല പറഞ്ഞത്. ആണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ അവരെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ദൈവം എല്ലാരും ഉൾക്കൊള്ളുന്നു, അല്ലാതെ കുറെ പേരെ സാത്താൻ ഉൾപ്പെടെ. അപ്പൊ പിന്നെ നമുക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല. എല്ലാം ഉൾക്കൊള്ളുന്ന ദൈവം. പിന്നെ എല്ലാം ഉൾക്കൊള്ളുന്ന സാധനം ഒന്നിനെ ഉൾക്കൊള്ളുന്ന. ഞങ്ങൾ പറയുന്ന കാര്യം ബൈബിൾ വാക്യം വെച്ച് ഞങ്ങൾ തെളിയിക്കുക, അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും കെട്ടുകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിങ്ങൾക്ക് ഇതെല്ലാം പുതുമയുള്ളതായിരിക്കും, പക്ഷെ ഞങ്ങളുടെ പിതാക്കന്മാർ ഇതെല്ലാം എഴുതി വെച്ചിട്ടുള്ളതാണ്. മനസ്സിലായോ? അല്ല, ഞാനിരുന്ന് പുതിയ കാര്യം ഞാൻ കണ്ടുപിടിച്ചിട്ട് പറയുന്നൊന്നുമല്ല. ഞങ്ങൾ പൗരസ്ത്യ ദർശനമാണ്. ഇങ്ങനെയൊക്കെ ഞാൻ കേൾക്കുന്നതന്നെ ആദ്യമായിട്ടാണ് കേട്ടോ, സത്യം. സഹോദരൻ, അതുകൊണ്ട് നിങ്ങൾ പാശ്ചാത്യ സുവിശേഷം, വികലമായ വിഷമയമായ പാശ്ചാത്യ സുവിശേഷം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. പൗരസ്ത്യ സുവിശേഷം കേട്ടിട്ടില്ല.